ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് സൗണ്ട് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ സൗണ്ട് എന്ന ചാപ്റ്ററിൽ നമ്മൾ ക്ലാസ് ഫുള്ള് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനം വരുന്ന ലെറ്റസ് അസസ് എന്ന ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളും ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം ഈ ഒരു PDF-ൻ്റെ ഫോർമാറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഈ PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. സോ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ട് ടെലഗ്രാം ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. സോ ഈ ലിങ്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ടെലഗ്രാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പേജിലോട്ട് പോകും. ആ ഒരു പേജിൻ്റെ താഴെയായിട്ട് ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുവഴി എന്ത് ചെയ്യുക, ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഫയൽസ് ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് ഈ പറയുന്ന മുമ്പോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, അതിൽ ഫയൽസ് എന്ന് പറയുന്ന സെക്ഷനുണ്ട് അല്ലേ. നമ്മൾ ആ മുകളിലത്തെ പേര് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫയൽസ് എന്ന് പറയുന്ന സെക്ഷൻ കിട്ടും. ഈ ഫയൽസ് എന്ന സെക്ഷനിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ മുകളിലായിട്ട് സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. ഈ സെർച്ച് ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിൻ്റെ പേര് കറക്റ്റ് സ്പെല്ലിങ്ങിൽ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ സൗണ്ട് എന്ന ചാപ്റ്ററാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സൗണ്ട് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. സൗണ്ട് എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ PDF-ഉം 1 by 1 ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നോട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ഓരോ ചോദ്യവും അതിൻ്റെ ഉത്തരവും നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സൗണ്ട് സോഴ്സസ് വൈബ്രേറ്റ് പ്രോമിനൻ്റ്ലി വെൻ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റിലെ ഏത് പാർട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ. വിച്ച് പാർട്ട് ഓഫ് ദ ഫോളോയിങ് സൗണ്ട് സോഴ്സസ്, അതിൽ ഏത് പാർട്ട് വൈബ്രേറ്റ് ചെയ്യും. ഡ്രംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് കെട്ടി വെച്ചിരിക്കുന്ന ഒരു മെമ്പറൈൻ ഉണ്ട്. ആ മെമ്പറൈനാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. മദ്ദളത്തിലായാലും മെമ്പറൈൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. ബീഗിളിലോട്ട് വരുമ്പോഴത്തേക്കും, ബ്യൂഗിൾ എന്നാണ് പറയുന്നത്, ബ്യൂഗിൾ അല്ലേ. ബ്യൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് ബ്യൂഗിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങളുടെ സ്കൂളിലേക്ക് ബാൻഡിനകത്ത് ഇങ്ങനെ ഊതിക്കൊണ്ട് പോകുന്ന സാധനം എന്താ, ഈ ഒരു ഷേപ്പ് ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുന്ന ഇവിടെ ഒരു കോളാമ്പി പോലത്തെ ഇവിടെ ആയിരിക്കുന്ന ആ സാധനം. അപ്പോൾ ഇതിനകത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന ഭാഗം എയർ വൈബ്രേറ്റ് ചെയ്യും. പക്ഷേ അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും, നമ്മുടെ ചുണ്ട് ആ പറയുന്ന ഒരു ഭാഗത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടാണ് അത് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചുണ്ട് നമ്മൾ ആ പാട്ടിൻ്റെ ഈണത്തിനനുസരിച്ച് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, കറക്റ്റ് സൗണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലേയേഴ്സ് ലിപ്പ് വൈബ്രേറ്റിംഗ് എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. അല്ലെങ്കിൽ എയർ കോളോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറിന് മാർക്ക് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ദ സോഴ്സ് ഓഫ് സൗണ്ട് ഈസ് എസെൻഷ്യൽ കമ്പോണൻറ്റ് ഫോർ ഹിയറിംഗ് സൗണ്ട്, വിച്ച് ആർ ദ അതർ ടു കമ്പോണൻറ്റ്സ്. അപ്പോൾ സൗണ്ട് നമ്മൾ കേൾക്കണമെങ്കിൽ ഒരു സോഴ്സ് വേണം. ആ സോഴ്സിൽ ഉണ്ടാകുന്ന സൗണ്ട് നമ്മളിലേക്ക് എത്താനായിട്ട് എന്ത് വേണം, ഒരു മീഡിയം വേണം അല്ലെ. സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ത് വേണം, ഒരു മീഡിയം വേണം. ഉദാഹരണം എയർ ആവാം, വാട്ടർ ആവാം, മറ്റെന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഒരു മീഡിയം ഈസ് നെസസറി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. അതുപോലെ സൗണ്ട് കേൾക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു റിസീവറും വേണം അല്ലേ. ഒരാൾ സൗണ്ട് ഉണ്ടാക്കി, ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ഞാൻ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഈ പറയുന്ന എയറിലൂടെ ട്രാവൽ ചെയ്ത് ഈ മൈക്കിലെത്തി, മൈക്ക് അതിന് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി നിങ്ങളിലേക്ക് ഡാറ്റ ഫോമിലെത്തി, അത് നിങ്ങളുടെ സ്പീക്കർ വീണ്ടും വൈബ്രേറ്റ് ചെയ്ത് നിങ്ങളിലോട്ട് എത്തി, ആ സൗണ്ട് നിങ്ങളുടെ ചെവിയിലെത്തി കഴിയുമ്പോഴേക്കുമാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ ഒരു സോഴ്സ് വേണം, ഒരു മീഡിയം വേണം, പിന്നെ എന്ത് വേണം, ഒരു റിസീവറും വേണം. നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് സിമ്പിൾ ചോദ്യമാണ്. പ്ലാൻ ആൻ ആക്ടിവിറ്റി ടു ഡെമോൺസ്ട്രേറ്റ് ദ സൗണ്ട് ട്രാവൽസ് ത്രൂ സോളിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് എന്ത്, ടോയ് ടെലിഫോൺ അറിയാമല്ലോ. പേപ്പർ കപ്പിൽ ഇതുപോലെ എന്ത് ചെയ്യുക, നൂല് കെട്ടിയിട്ട് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾക്ക് പറയുന്ന ആളുടെ സൗണ്ട് എയറിലൂടെ അല്ലാതെ ഈ പറയുന്ന നൂലിലൂടെ വൈബ്രേറ്റ് ചെയ്ത് ഈ കപ്പിനകത്ത് കേൾക്കുന്ന പോലെ നമുക്ക് കേൾക്കാൻ പറ്റും. അതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. കുട്ടിക്കാലത്തൊക്കെ പിള്ളേർ ചെയ്യുമായിരുന്നു. ഏത്, നിങ്ങളുടെ കുട്ടിക്കാലത്തല്ല, നിങ്ങളുടെ ഫോണിൽ കളിക്കുന്ന സമയം. ഞങ്ങളെപ്പോലെയുള്ള കാലത്ത്, ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഈ പറയുന്ന എന്തില്ല, മൊബൈൽ ഫോണും അതുപോലെ തന്നെ നമുക്ക് എന്താണ്, കമ്പ്യൂട്ടറും ഒന്നും ഇല്ല. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ സമയം കളയാൻ വേണ്ടിയിട്ട് പല പരിപാടികളും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലെടുത്ത് ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, കറക്റ്റ് ദം ഇഫ് ഇറ്റ് ഈസ് റോങ് അല്ലേ. ട്രൂ ഫോൾസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്, സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്യൂം അല്ലെ. സൗണ്ട് ക്യാൻ ട്രാവൽ ത്രൂ വാക്യൂം എന്ന് പറയുന്നത് ഫോൾസ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം സൗണ്ടിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയം ആവശ്യമാണ്. മീഡിയം ഇല്ലാതെ സൗണ്ട് ഒരിക്കലും പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. സോ ഫോൾസ് ആണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ വൈബ്രേഷൻ ഓഫ് ഒബ്ജക്ട്സ്.
ട്രൂ ആണ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റുകൾ വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ്. സോ അത് ട്രൂ ആണ്. നെക്സ്റ്റ്, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ സോളിഡ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻ ഗ്യാസസ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സൗണ്ട് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് സോളിഡ് ആയിട്ടുള്ള വസ്തുക്കളിലാണ്. ലാസ്റ്റ് ഭാഗം, ദ സ്പീഡ് ഓഫ് സൗണ്ട് ഡിക്രീസസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. അതായത് സൗണ്ടിന്റെ വേഗത കുറയും എപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴെന്നാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സൗണ്ടിന്റെ സ്പീഡ് ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ സൗണ്ടിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഗിവൺ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പ്രൊഡ്യൂസ് സൗണ്ട് ബൈ വൈബ്രേഷൻ ഓഫ് ദ ലെതർ ഡയഫ്രം? 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഉത്തരം മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ചെണ്ട, മൃദംഗം, തബലയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ലെതർ ആയിട്ടുള്ള ഭാഗം വൈബ്രേറ്റ് ചെയ്ത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ക്യാൻ ദ ആസ്ട്രോനോട്ട് ഡയറക്ട്ലി ഹിയർ ഈച്ച് അതർ വൈൽ ട്രാവലിംഗ് ഓൺ ലൂണാർ സർഫസ്? വൈ? അതായത് നിങ്ങൾ ചന്ദ്രനിൽ പോയി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനും എവിടെ നിൽക്കുകയാണ്? ലൂണാർ സർഫസ് എന്ന് വെച്ചാൽ ചന്ദ്രൻ എന്ന നമ്മുടെ സാറ്റലൈറ്റിൻ്റെ സർഫസ് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ കേൾക്കാൻ പറ്റുമെന്നാണ്. കേൾക്കാൻ പറ്റില്ല. കാരണം ചന്ദ്രന് എന്തില്ല? ചന്ദ്രന് ഒരു അറ്റ്മോസ്ഫിയർ ഇല്ല. അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ അവിടെ അതിൻ്റെ അർത്ഥം അവിടെ എന്താണുള്ളത്? അവിടെ വാക്യൂമാണുള്ളത്. എന്ന് വെച്ചാൽ വാക്യൂമിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ആസ്ട്രോനോട്ട്സ് നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ വലിയൊരു ഹെൽമെറ്റും അതിനകത്ത് എന്തുണ്ടായിരിക്കും? നമ്മുടെ ഈ പറയുന്ന മൈക്രോഫോൺ പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതിലൂടെ റേഡിയോ കമ്മ്യൂണിക്കേഷനാണ് അവരോട് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. നമ്മൾ നോർമൽ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. അടുത്ത ചോദ്യം, റൈറ്റ് ഡൗൺ ആൻ എക്സാമ്പിൾ ഈച്ച് ഫോർ മ്യൂസിക് ആൻഡ് നോയ്സ്. അല്ലേ, മ്യൂസിക്കും നോയ്സിനും എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോയ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടാക്കുന്ന സാധനം. മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പാടുമ്പോൾ ഉണ്ടാകുന്ന, അല്ലേ, ഒരു ഓർഡേർഡ് മാനറിൽ ഉണ്ടാകുന്ന വൈബ്രേഷനാണ് മ്യൂസിക്. ഇറെഗുലർ ആണെങ്കിൽ അതാണ് നോയ്സ്. അപ്പോൾ നോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ ഉണ്ടാക്കുന്നതും നമ്മൾ പടക്കം പൊട്ടിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നതും മെഷീൻസ് പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതൊക്കെ നോയ്സ്. നേരെ മറിച്ച് മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പിയാനോ, ഗിത്താർ, ഫ്ലൂട്ട് പോലെയുള്ള വായിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് എന്താ, നമ്മുടെ മ്യൂസിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം, സജസ്റ്റ് 2 ways ടു റെഡ്യൂസ് നോയ്സ് പൊല്യൂഷൻ. നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് വേയ്സ് ഉണ്ട്. അതിൽ 2-3 ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുക. അതായത് ഹെവി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ അത് പ്രവർത്തിപ്പിക്കുന്ന ആൾ ചെവിക്ക് ഡാമേജ് വരാതിരിക്കാൻ ഹെഡ്സെറ്റ് ഉപയോഗിക്കുക. മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. കാരണം മരങ്ങൾ എന്ത് ചെയ്യും, സൗണ്ടിനെ ഒരു രീതിയിൽ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആവശ്യമില്ലാത്തടത്തൊക്കെ ട്രാൻസ്പോർട്ട്, അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സൈക്കിളിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ സൈക്കിൾ എടുത്ത് പോവുക. സൈക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നോയ്സ് ഉണ്ടാക്കുന്ന ഒരു വാഹനമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആൾട്ടർനേറ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഉപയോഗിക്കുക. ഇലക്ട്രിക്കൽ വെഹിക്കിൾസിന് സൗണ്ട് കുറവാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ റെഗുലറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക. അല്ലെ, നിങ്ങളുടെ വീട്ടിലെ ഫാൻ ഉണ്ടാവും, ടിങ് 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 സൗണ്ട് കേട്ടുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, കറങ്ങുന്നത്. കറക്റ്റ് ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക. ഡോറ് തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നു, ഗേറ്റ് തുറക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നു, സൈക്കിൾ ചവിട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നു. ആവശ്യത്തിന് ലൂബ്രിക്കൻ്റുകൾ ഇട്ട് കൊടുത്താൽ അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയം ഹാസ് ദ ഹയസ്റ്റ് സ്പീഡ് ഓഫ് സൗണ്ട്, വിച്ച് ഹാസ് ദ ലോവസ്റ്റ്? ആ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സൗണ്ടിന് വേഗതയുള്ള മീഡിയം എന്ന് പറയുന്നത് സോളിഡ് ആണ്. ഏറ്റവും കുറവ് ഗ്യാസ് ആണ്. വാക്യൂമിൽ സൗണ്ടിന് വേഗതയേ ഇല്ല. കാരണം വാക്യൂമിലൂടെ സൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. ലാസ്റ്റ് ചോദ്യം, ഡിസ്ക്രൈബ് ദ ബോൾ ജാർ എക്സ്പെരിമെന്റ് ടു പ്രൂവ് ദാറ്റ് സൗണ്ട് റിക്വയർസ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. ശബ്ദത്തിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം വേണമെന്നുള്ളത് മറ്റേ ബോൾ ജാർ എക്സ്പെരിമെൻ്റ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച കാര്യമാണ്. അല്ലേ, ഒരു ജാർ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്തൊരു ബെല്ല് വെച്ചിട്ട് അതിനകത്തുള്ള എയറിനെ നമ്മൾ ഒരു വാക്യൂം പമ്പ് ഉപയോഗിച്ച് പുറത്തോട്ട് കളഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഇപ്പോൾ എന്തില്ല? എയർ ഇല്ല. എയർ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളത് എന്താണ്? വാക്യൂമാണ്. എങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നിന്നിട്ട് സൗണ്ട് കേൾക്കാൻ നോക്കിക്കഴിഞ്ഞാൽ സൗണ്ട് വരത്തില്ല. കാരണം വാക്യൂമിലുള്ള എയർ പ്രൊപ്പഗേറ്റ് ചെയ്യത്തില്ല. അതാണ് ഇത് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ വർഷത്തെ ഫുൾ ഫിസിക്സ് ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട് അതുപോലെ തന്നെ ലെറ്റസ്റ്റ് അസസ് ഭാഗങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരീക്ഷ എടുക്കാറായി, ഡേറ്റ് വന്നു, നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിയാം. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് നമ്മുടെ നോട്ടുകൾ ഡൗൺലോഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ ചോദിക്കുക. എന്തൊക്കെയായാലും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.